മൈക്രോസോഫ്റ്റ് അഷ്യൂറിൻ്റെ മലയാളത്തിലുള്ളൊരു ട്യൂട്ടോറിയൽ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആ സീരീസിലെ 22ാമത്തെ സെഷനാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ നോക്കി മനസ്സിലാക്കിയത് അഷ്യൂറിൻ്റെ വെബ് ആപ്സ് എന്ന് പറഞ്ഞൊരു സർവീസിൻ്റെ തിയററ്റിക്കൽ കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ നോക്കി മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിൽ നമുക്ക് എങ്ങനെ വെബ് ആപ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വെബ് ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ ഹോസ്റ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. അതിന് മുമ്പായിട്ട് മൈക്രോസോഫ്റ്റ് അഷ്യൂറിൻ്റെ മുമ്പുള്ള സെഷൻസ് കണ്ടിട്ടില്ലാത്തവർ ആ സെഷൻസ് എല്ലാം ഒന്ന് കണ്ടു നോക്കി മനസ്സിലാക്കുക. കാരണം മൈക്രോസോഫ്റ്റ് അഷ്യൂറിൽ നമ്മളിപ്പം പ്രാക്ടിക്കൽസ് ചെയ്യുന്നതെല്ലാം ഒരു ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു ഫ്രീ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നും അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് സർവീസസും ബേസിക് ഐഡിയാസും എല്ലാം ഞാൻ മുമ്പുള്ള സെഷൻസിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുമ്പുള്ള സെഷൻസ് കണ്ടിട്ടില്ലാത്തവർ ആ സെഷൻസ് കണ്ടു നോക്കി മനസ്സിലാക്കിയ ശേഷം ഈ ഒരു സെഷനിലേക്ക് വരിക ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ സെഷനിലോട്ട് കടക്കാം. അഷ്യൂറിൻ്റെ ഒരു ഫ്രീ അക്കൗണ്ടിലോട്ടാണ് ഞാനിപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു പ്രാക്ടിക്കൽ സെഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത് നമുക്കിവിടെ നിന്ന് ഫ്രീ സർവീസസ് ആണ് നമുക്കിവിടെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രീ സർവീസ് അല്ലാതെയും നമുക്ക് വെബ് ആപ്സ് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് കൂടുതൽ ചാർജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഫ്രീ സർവീസസിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ വെബ് ആപ്സ് എന്ന് പറഞ്ഞ ഒരു സർവീസ് നമുക്ക് ഫ്രീ സർവീസസ് എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ടുള്ള സർവീസസ് നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് കിട്ടും. അതിനകത്ത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തെടുത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്രീ സർവീസസ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോൾ ഓൾവേസ് ഫ്രീ സർവീസസ് എന്നും പറഞ്ഞൊരു ഹെഡിങ് ഇവിടെ സബ് കാറ്റഗറി കാണും. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് നമ്മുടെ ഈ ആപ്പ് സർവീസ്. അത് തന്നെയാണ് നമ്മൾ വെബ് ആപ്സ് എന്നും പറയുന്നത്. ആപ്പ് സർവീസ് എന്ന് പറഞ്ഞൊരു സബ് കാറ്റഗറി നിങ്ങൾക്കൊരു സെക്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഓൾവേസ് ഫ്രീ എന്ന് പറയുന്ന ഒരു 10 ഇൻസ്റ്റൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ലിമിറ്റേഷൻ ഉണ്ട്. അത് ഞാൻ കഴിഞ്ഞ സെഷൻസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. നമുക്ക് അതിൽ ഓരോ ടയേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നിലും ഓരോ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ഫ്രീ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് കൊടുക്കാം. ക്രിയേറ്റ് കൊടുത്തിട്ട് ഏതൊരു സർവീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെയുള്ള കുറച്ച് ഓപ്ഷൻസ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിവിടെ റിസോഴ്സ് ഗ്രൂപ്പ് ഞാൻ ഓൾറെഡി ഉള്ള എൻ്റെ വിൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു റിസോഴ്സ് ഗ്രൂപ്പ് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. നമുക്കിവിടെ ഒരു പേര് കൊടുക്കണം. ഈ ഒരു ഇൻസ്റ്റൻസിന് നമുക്ക് ഈ ഒരു വെബ് ആപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഒരു ഇൻസ്റ്റൻസ് നമുക്ക് പേര് കൊടുക്കണം. ഞാനിപ്പം ടെക് TVM വെബ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു നെയിം ഇവിടെ കൊടുത്തു. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു .azurewebsites.net എന്ന് പറഞ്ഞ നെയിം സ്പേസിലാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് പബ്ലിഷ് ചെയ്യേണ്ട നമുക്കിവിടെ 2 ഓപ്ഷൻ ഉണ്ട്, കോഡും പിന്നെ ഒരു ഡോക്കർ കണ്ടെയ്നർ. അപ്പോൾ ഡോക്കർ കണ്ടെയ്നേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല ഇപ്പം. അപ്പോൾ നമുക്കിപ്പോൾ ഡിഫോൾട്ട് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് കോഡ് എന്ന് പറഞ്ഞൊരു സെലക്ഷനാണ് ഡിഫോൾട്ട് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് തന്നെ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. അത് കഴിഞ്ഞിട്ടാണ് നമുക്കിവിടെ റൺ ടൈം സ്റ്റാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഡിപ്ലോയ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ആപ്ലിക്കേഷൻ ആ കോഡ് നമ്മളിപ്പോൾ ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതിലാണ് നമ്മളിപ്പോൾ റൈറ്റ് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഏത് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോഡ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൺ ടൈം സ്റ്റാക്സ് ആണ് നമുക്ക് വേണ്ടത് ആ ഒരു ആപ്ലിക്കേഷൻ റൺ ആവുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റൺ ടൈം നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ASP.NET 4.8 നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എനിക്ക് എക്സാമ്പിൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ASP.NET വെർഷൻ 4.8 റൺ ടൈം നമുക്കിവിടെ സെലക്ട് ചെയ്യുകയാണ് ഞാൻ. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഏതിലാണോ നിങ്ങൾ കോഡ് റൈറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയ റൺ ടൈം നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് വേണ്ട നമ്മുടെ റീജിയൻ സെലക്ട് ചെയ്യുക. നമുക്കിപ്പം ഇന്ത്യക്ക് അടുത്തുള്ള റീജിയൻ നമുക്ക് ഏതാണെന്ന് ഇവിടുന്ന് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ സെൻട്രൽ ഇന്ത്യയാണ് ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ് നമുക്കിവിടെ പ്ലാൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഫ്രീ F1 ആണ് ഇവിടെ സെലക്ട് ആയിരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഫ്രീ സർവീസസിനകത്ത് നിന്നാണ് നമ്മളിപ്പം ഈ ഒരു ക്രിയേറ്റ് വെബ് ആപ്പ് ആപ്ലിക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫോൾട്ടായിട്ട് നമുക്കിവിടെ ഫ്രീ F1 ആണ് നമുക്കിവിടെ ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളല്ലാതെ ഇപ്പോൾ നമ്മൾ ഫ്രീ സർവീസസിൻ്റെ അണ്ടറിൽ നിന്നല്ലാതെയാണ് നമ്മളിപ്പോൾ ഡയറക്റ്റ് മെനുവിൽ നിന്ന് നമ്മൾ വെബ് ആപ്സ് ക്രിയേറ്റ് ചെയ്യാൻ എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് ഓഫ് പ്ലാൻസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടിയേനെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്കിനി നെക്സ്റ്റ് മോണിറ്ററിങ് എടുക്കുക. എനേബിൾ ആപ്ലിക്കേഷൻ ഇൻസൈറ്റ്സ്. അപ്പോൾ ഇൻസൈറ്റ്സ് ഞാനിപ്പോൾ എനേബിൾ ചെയ്യുന്നില്ല. തൽക്കാലം ഞാനിപ്പോൾ നോ കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ ടാക്സ് കൊടുക്കുകയാണ്. തൽക്കാലം ഞാനിവിടെ ടാബ്സിലൊന്നും വേറൊരു ഓപ്ഷൻസ് ഒന്നും ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ലാസ്റ്റ് റിവ്യൂ ആൻഡ് ക്രിയേറ്റ് ഒരു ഓപ്ഷൻ വന്നു. നമുക്കിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഒന്നുകൂടെ റിവ്യൂ ചെയ്തിട്ട് നമുക്കിവിടെ ക്രിയേറ്റ് കൊടുക്കാം. ഇപ്പോൾ ഡിപ്ലോയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഡിപ്ലോയ്മെൻറ്റ് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ റെസ്യൂം ചെയ്യാം. ഇനി ഇപ്പോൾ ഡിപ്ലോയ്മെൻറ്റ് ഫിനിഷ് ആയിരിക്കുകയാണ്. നമുക്കിനി റിസോഴ്സിലോട്ട് പോകാം. ഇപ്പോൾ റിസോഴ്സ് സ്ക്രീനിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു ഓവർവ്യൂ സ്ക്രീനിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സാധാരണ നമുക്ക് കാണുന്ന പോലെ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം നമുക്കിവിടെ തന്നെ പ്രോപ്പർട്ടീസ് എല്ലാം കാണാൻ സാധിക്കും. നമുക്കിവിടെ സ്റ്റാറ്റസ് റണ്ണിങ് ആണ് ഇപ്പം ഈ ഒരു സർവീസിൻ്റെ. ഇപ്പോൾ ലൊക്കേഷൻ നമ്മൾ സെൻട്രൽ ഇന്ത്യയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ ഫ്രീ ട്രയലാണ്.
അതുപോലെ റിസോഴ്സ് ഗ്രൂപ്പ് അങ്ങനെയുള്ള കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ അത് കാണിച്ചു തരും നമുക്കിവിടെ ഈ ഒരു ബേസിക് സ്ക്രീനിൽ നിന്നുകൊണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ഇതൊരു URL എന്ന് പറഞ്ഞൊരു URL പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഡിഫോൾട്ടായിട്ട് ഉള്ള ഒരു URL ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നീട് നമ്മുടെ ആപ്ലിക്കേഷൻ ഇതിലോട്ട് ലോഞ്ച് ചെയ്ത ശേഷം, നമ്മൾ ഇതിലോട്ട് ഡിപ്ലോയ് ചെയ്ത ശേഷം, നമ്മളിപ്പോൾ ഒരു വെബ് ആപ്പ് സർവീസ് അക്കൗണ്ടാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി നമ്മുടെ ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യണം. അതാണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു വെബ് ആപ്പിൻ്റെ സർവീസിൻ്റെ ഒരു ഡിഫോൾട്ട് URL ആണിത്. അപ്പോൾ ഈ URL നമുക്കൊന്ന് നമ്മുടെ ബ്രൗസറിലൊന്ന് റൺ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡെമോ നിങ്ങൾക്കിപ്പം കാണിച്ചു തരാം. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിഫോൾട്ടായിട്ട് കിട്ടുന്ന വെബ് പേജാണിത്. അതായത് ഈ പറഞ്ഞ വെബ് ആപ്പ് സർവീസസിൻ്റെ ഡിഫോൾട്ടായിട്ട് കൊടുത്തിരിക്കുന്ന വെബ് പേജാണിത്. നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മുടെ ആപ്ലിക്കേഷൻ ഇതിലോട്ട്, അതായത് നമ്മുടെ ഈ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത വെബ് സർവീസ് അക്കൗണ്ടിലോട്ട് ഡിപ്ലോയ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഈ കാണിക്കുന്ന ഡിഫോൾട്ട് വെബ് പേജ് മാറിയിട്ട് നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ, അതായത് നമ്മളിപ്പോൾ ഒരു ASP.NET ആണ് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഡിപ്ലോയ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ASP.NETൻ്റെ വെബ് പേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അതാണ് ആക്ച്വലി ആ ഒരു ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിനി അത് ചെയ്യേണ്ട 2-3 മെത്തേഡ്സ് നമുക്കത് ചെയ്യാൻ സാധിക്കും. ഇവിടെ അതിനുള്ള FTP ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് FTP വഴി വേണമെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഗ്രാംസ് ആപ്ലിക്കേഷൻ കോഡ് നമുക്ക് ഇതിലൂടെ അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ നമ്മൾ കോഡ് ചെയ്യുന്ന ആ ഒരു വിർച്വൽ സ്റ്റുഡിയോ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ആണ് ഞാൻ ഈ പറയുന്നത്. അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതിലോട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ ഒരു മെത്തേഡാണ് ഇന്ന് കാണിച്ച് മനസ്സിലാക്കി തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ നമുക്കൊന്ന് ലോഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വിഷ്വൽ സ്റ്റുഡിയോ 2019 കമ്മ്യൂണിറ്റി എഡിഷനാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ബേസിക് റിക്വയർമെൻ്റ് ആയിട്ട് ഞാൻ കഴിഞ്ഞ സെഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ ലോഞ്ച് ചെയ്യാം. വിഷ്വൽ സ്റ്റുഡിയോ ഇപ്പോൾ ലോഞ്ചായി വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ക്രിയേറ്റ് എ ന്യൂ പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ ആക്ച്വലി നമ്മൾ ASP.NET ആണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ASP.NET ഇവിടെ ലിസ്റ്റഡ് അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ASP.NET എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് നമ്മളിവിടെ സെർച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ സെർച്ച് കൊടുത്തു കഴിയുമ്പോൾ ഈ ലിസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും നിങ്ങൾ ASP വെബ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഇവിടെ കിട്ടും. അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പ്രോജക്റ്റിന് ഒരു പേര് നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കിപ്പം എന്തെങ്കിലും കൊടുക്കാം. ഇപ്പം ടെക്ടീമിയം ഡെമോ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഡെമോ ആപ്പ് എന്ന് പറഞ്ഞ് ഞാനൊരു പേര് കൊടുത്തു. ബാക്കി ഓപ്ഷൻസ് ഞാനൊന്നും മാറ്റുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സൊല്യൂഷൻ നെയിമും പ്രോജക്റ്റ് നെയിമും വേണമെങ്കിൽ സെയിം ഡയറക്ടറി തന്നെ ഇടാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡയറക്ടറീസിൽ ഇടാം. ഞാനിപ്പോൾ സെയിമിലാണ് ഇടുന്നത്. അതുപോലെ നമുക്ക് ഫ്രെയിം വർക്ക് ഞാനിപ്പോൾ ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ തൽക്കാലം അത് ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്രിയേറ്റ് കൊടുക്കാം. നെക്സ്റ്റ് സ്ക്രീനിൽ നിന്നും നമുക്ക് വെബ് ഫോംസ് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ക്രിയേറ്റ് കൊടുക്കാം. ഇപ്പോൾ പ്രോജക്റ്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം ഇങ്ങനൊരു സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡിഫോൾട്ടായിട്ട് ഒരു സാമ്പിൾ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് തന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു സ്ക്രീനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സാമ്പിൾ പ്രോജക്റ്റ് നമുക്ക് ലോക്കലി, അതായത് നമ്മുടെ ലോക്കൽ മെഷീനിൽ തന്നെ നമുക്കൊന്ന് ലോഞ്ച് ചെയ്ത് നമുക്കൊന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ മുകളിൽ IAS ഇവിടെ റൺ ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ തന്നെ ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സർവീസ് വെബ് സെർവർ നമുക്ക് ഇവിടെ തന്നെ റൺ ചെയ്ത് ഈ ഒരു ഡെമോ ആപ്ലിക്കേഷൻ നമുക്ക് നോക്കുന്നതിനുള്ളൊരു ഓപ്ഷനുണ്ട്. നമുക്കത് ജസ്റ്റ് ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടുത്തെ റൺ എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ബിൽഡിംഗ് സ്റ്റാർട്ടായ ശേഷം നമ്മുടെ ഈ സെലക്ട് ചെയ്തിരുന്നത്, ഇപ്പോൾ ക്രോമാണ് ഞാൻ ഡിഫോൾട്ട് സെലക്ട് ചെയ്തിരുന്നത്, ആ ക്രോമിൽ തന്നെ നമുക്ക് ഈ ഒരു സാമ്പിൾ ആപ്ലിക്കേഷൻ ആ പോർട്ട് നമ്പർ 44344 അത് ഹോസ്റ്റ് ചെയ്ത് കാണിക്കും. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഈ ഒരു ASP.NETൻ്റെ ഒരു ഡിഫോൾട്ട് പേജാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ കണ്ടു, അതായത് നമ്മുടെ ഈ ഒരു വെബ് സർവീസ് നമ്മൾ വെബ് ആപ്സ് ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഡിഫോൾട്ട് URL നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡിഫോൾട്ട് URL നമ്മൾ ബ്രൗസറിൽ കണ്ടു. നമുക്ക് അതിൻ്റെ ഈ ഒരു സർവീസിൻ്റെ ഡിഫോൾട്ട് പേജാണ് നമുക്കിവിടെ ഇപ്പം പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ അത് കാണിക്കുന്നത്, നമ്മൾ ആ ഒരു URL ഇവിടെ കൊടുത്തപ്പോൾ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു സാമ്പിൾ ആപ്ലിക്കേഷൻ ASP.NET, ഞാനിപ്പോൾ ഡെമോൺസ്ട്രേഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു സാമ്പിൾ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് ASP.NETൽ ഏതൊരു പ്രോജക്റ്റ് ഇവിടെ ഡെവലപ്പ് ചെയ്താലും ഞാൻ ഈ പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡിപ്ലോയ് ചെയ്യാവുന്നതാണ് ഈ വെബ് ആപ്സിലോട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ചെയ്യുന്നത്, നമ്മൾ ഈ കണ്ട ASP.NETൻ്റെ സാമ്പിൾ ആപ്ലിക്കേഷൻ ഇതിപ്പോൾ നമ്മൾ ലോക്കൽ ഹോസ്റ്റിലാണ് ചെയ്തത്, അല്ലാതെ ക്ലൗഡിലല്ല, ലോക്കൽ ഹോസ്റ്റിലാണ് നമ്മളിപ്പോൾ ഇത് നമ്മൾ ഓപ്പണായി കണ്ടത് ബ്രൗസറിൽ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ ആ ഒരു അഷ്യൂറിൻ്റെ വെബ് ആപ്സിലോട്ട് നമുക്ക് ഡിപ്ലോയ് ചെയ്യണം. ആ ഒരു ഫ്രെയിം വർക്കിലോട്ട് നമുക്ക് ഡിപ്ലോയ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിതിപ്പോൾ ഈ ഡെമോ ഈ ഒരു വെബ് പേജ് ഒന്ന് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത്, നമുക്കിവിടെ നമ്മുടെ ഈ പ്രോജക്റ്റ് നെയിമിൻ്റെ ഇവിടെ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഇവിടെ പബ്ലിഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ അഷ്യൂർ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അതായത് പബ്ലിഷ് യുവർ ആപ്ലിക്കേഷൻ ടു ദ മൈക്രോസോഫ്റ്റ് ക്ലൗഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ, അതായത് അഷ്യൂർ ആപ്പ് സർവീസിലോട്ട്, നമ്മൾ ആപ്പ് സർവീസിലോട്ടാണ് നമ്മളിപ്പോൾ ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രോജക്റ്റ്. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക.
അപ്പോൾ ഈ ഒരു സ്ക്രീൻ എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ആപ്പ് സർവീസ് ഇൻസ്റ്റൻസസിൽ, അതായത് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് ഇവിടെ കാണിക്കണം. ഈ ഒരു ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആപ്പ് സർവീസിൻ്റെ പേര്, അതായത് നമ്മളിവിടെ ടെക് TVM വെബ് ആപ്പ് എന്ന് പറഞ്ഞാണ് നമ്മൾ ആ ഒരു സർവീസ് നമ്മളിവിടെ ടെക് TVM വെബ് ആപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സർവീസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ ഇത് ഓൾറെഡി കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഈ ഒരു വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് ഇത് ലോഗിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ മൈക്രോസോഫ്റ്റ് അഷ്യൂറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത അതേ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ലോഗിൻ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ? ആ ഒരു സെയിം അക്കൗണ്ട് നിങ്ങൾ ഈ ഒരു വിഷ്വൽ സ്റ്റുഡിയോ, നിങ്ങൾ മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ ഈ ഒരു ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിന് ശേഷം ലോഗിൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു സെയിം അക്കൗണ്ടിൽ തന്നെ ലോഗിൻ ചെയ്യുക. അവിടെ ലോഗിൻ ചെയ്ത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് അവിടെ ചെയ്ത ആ ഒരു അക്കൗണ്ടിൽ, വെബ് ബേസ്ഡ് അക്കൗണ്ടിൽ നിന്ന് ചെയ്ത സെയിം കണക്ടിവിറ്റി ഓപ്ഷൻ എനിക്ക് ഇവിടെ കിട്ടിയത്, ഇവിടെ അത് റിഫ്ലക്റ്റ് ആയി വന്നത്. നിങ്ങൾക്ക് ഇവിടെ അത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു അക്കൗണ്ടിൽ, ആ സെയിം അക്കൗണ്ടിൽ ഇവിടെയും ലോഗിൻ ആണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്കിവിടെ ആഡ് ആൻ അക്കൗണ്ട് കൊടുത്ത് ലോഗിൻ ചെയ്യുക ഇവിടെ ആ സമയത്ത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ഇങ്ങനൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് നമുക്ക് ഇവിടെ നമ്മുടെ ആ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെബ് ആപ്സിൻ്റെ പേര് ഇവിടെ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മളിവിടെ ഫിനിഷ് കൊടുക്കുക. അത് കഴിഞ്ഞ് അപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് പബ്ലിഷ് ചെയ്യേണ്ട ആ ഒരു ഡെസ്റ്റിനേഷൻ ഇവിടെ കാണിക്കും. ഇത്രയും നമ്മൾ സെലക്ഷൻ കഴിയുമ്പോൾ അത് കഴിഞ്ഞ് നമ്മളിവിടെ പബ്ലിഷ് കൊടുക്കുക. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഡെമോ പ്രോജക്റ്റ് നമ്മുടെ ആ ഒരു വെബ് ആപ്സിലോട്ട് നമുക്ക് പബ്ലിഷിംഗ് ഇവിടെ സ്റ്റാർട്ട് ആവുന്നത്. പബ്ലിഷിംഗ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണും. അപ്പോൾ അത്രയും പബ്ലിഷിംഗ് കഴിഞ്ഞത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വെബ് ആപ്സിൻ്റെ ഈ ഒരു URL തന്നെയാണ്, അത് ഓട്ടോമാറ്റിക്കായിട്ട് ലോഞ്ച് ആവും. അതൊരു കുറച്ചൊരു 1 or 2 minutes ചിലപ്പോൾ എടുക്കും നമ്മുടെ പുതിയൊരു വെബ് ആപ്ലിക്കേഷൻ അതിലോട്ട് ലോഞ്ച് ആയ ശേഷം ആ ഒരു വെബ് പേജ് അവിടെ അപ്ഡേറ്റ് ആയി വരാനായിട്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം 1 minute. കണ്ടില്ലേ? ഇപ്പോൾ ആ ഒരു വെബ് പേജ് ഇവിടെ ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ ഈ ഒരു വെബ് സർവീസസ്, ഈ വെബ് ആപ്സിൻ്റെ ഡിഫോൾട്ട് URL എടുത്തപ്പോൾ അതാണ് ഈ ഒരു ടാബിൽ ഓപ്പൺ ആയിരിക്കുന്നത്. അതിൻ്റെ ഒരു ഡിഫോൾട്ട് പേജായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ സെയിം അതേ URL നമ്മളിപ്പം ഈ ഒരു ബ്രൗസറിൽ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ ഒരു ASP.NETൻ്റെ സാമ്പിൾ നമ്മളിപ്പോൾ ഡിപ്ലോയ് ചെയ്ത ആ ഒരു പുതിയ ആപ്ലിക്കേഷനായിട്ട് അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ. അപ്പോൾ നമുക്ക് ഈ ഒരു വിഷ്വൽ സ്റ്റുഡിയോ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്യുന്ന ഏതൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഇതുപോലെ നമുക്ക് ഇതിലോട്ട് വളരെ ഈസി ആയിട്ട് നമ്മുടെ വെബ് ആപ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ നമുക്ക് വീണ്ടും ഇവിടെ ഒരു പബ്ലിഷ് മാത്രം കൊടുത്താൽ മതി. നമുക്ക് ആ ഒരു ഫ്ലോ കറക്റ്റായിട്ട് ആ ഒരു പൈപ്പ് ലൈൻ നമ്മൾ വൺസ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നെക്സ്റ്റ് പെട്ടെന്ന് അത് അപ്ഡേറ്റ് ആവും, ഡിപ്ലോയ് ആയിക്കോളും. അപ്പോൾ ഇതൊരു വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു മെത്തഡാണ്. നമുക്ക് ഈ വെബ് ആപ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ആപ്ലിക്കേഷൻസ് ഇതിലോട്ട് ഡിപ്ലോയ് ചെയ്യുന്നതും പിന്നീട് അപ്ഡേറ്റ് ചെയ്യുന്നതുമെല്ലാം. അപ്പോൾ ഇതിന് ഒരുപാട് ഡെവോപ്പ് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫെസിലിറ്റീസും വേറെ മെത്തേഡ്സും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അതൊരു AC 900 സർട്ടിഫിക്കേഷൻ ലെവലിൽ നമ്മൾ അത്രയും കൂടുതൽ ഡെപ്തിലോട്ട് നോക്കുന്നില്ല. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് ഈ ഒരു ബേസിക് കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കി ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. അതിന് കാരണം ബേസിക് ആയിട്ടുള്ള ഐഡിയ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് എക്സാമിന് വരികയുള്ളൂ, ഈ ഒരു AC 900 സർട്ടിഫിക്കേഷൻ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ പ്രാക്ടിക്കൽ ബേസ്ഡ് സെഷൻ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. അതിൻ്റെ ഒരു കോർ ഐഡിയ ആണ് ഞാനിന്ന് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ എന്ത് എക്സ്പെരിമെൻറ്റ് ചെയ്താലും ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് പോലെ എല്ലാ ലാബ് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത റിസോഴ്സസ് എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ സെഷൻ അല്പമെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഫ്രണ്ട്സിനിടയ്ക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഒരു സെഷനിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.